ഇപ്പോൾ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ കൂടി ചേരുകയാണ്. അശോകൻ ചെരുവിൽ, ഇന്ന് ആറന്മുളയിലെ വള്ളസദ്യയിൽ പങ്കെടുക്കാനെത്തിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്ന പൊതിച്ചോർ ഇനി നൽകാൻ പാടില്ല, എന്ത് വില കൊടുത്തും അത് ഞങ്ങൾ നിർത്തലാക്കും എന്നാണ്. എത്രയോ മനുഷ്യർ എത്രയോ കാലമായി, 2017 ഈ പദ്ധതി, ഈ ഒരു പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ ആരംഭിക്കുന്നത്. ഈ കാലയളവ് വരെ നൽകുന്ന ആശുപത്രികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും, കോവിഡ് ആകട്ടെ മഹാപ്രളയമാകട്ടെ, ഏത് സമയത്തും ആ പൊതിച്ചോറ് വിതരണം മുടങ്ങാതെ ഡിവൈഎഫ്ഐ കൊണ്ടുപോകുന്നു. വിശന്നിരിക്കുന്ന മനുഷ്യർ ഈ വണ്ടി വരുന്നതും കാത്ത് ആശുപത്രികളിൽ ഇരിക്കും. ആശുപത്രികളിൽ ഉള്ളവർ മാത്രമല്ല, പുറത്തും ഇതുപോലെ ഭക്ഷണമില്ലാതെ വിശന്നിരിക്കുന്ന ഒരുപാട് പേർ ആശുപത്രി പരിസരങ്ങളിലേക്ക് എത്തി ഈ ഭക്ഷണപ്പൊതിയുമായി മടങ്ങും. ഇതാണ് കെ മുരളീധരനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നത്. ശ്രീ അശോകൻ ചെരുവിൽ, കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം എന്ന പൊതിച്ചോറ് വിതരണ പരിപാടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, അതേതാണ്ട് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ, അതായത് അവിടെ അങ്ങനെ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ഒന്നും തന്നെ, സന്നദ്ധ സംഘടനകളോ ഒന്നും തന്നെ അവിടെ പൊതിച്ചോറ്, അവിടെ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ നോക്കിക്കൊള്ളാം, അവിടെ ഒരു തരത്തിലുള്ള സാന്നിധ്യം അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. വളരെയേറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തില് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭക്ഷണ വിതരണം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, രോഗികളെ മാത്രമല്ല, അതിനേക്കാളൊക്കെ ഏറെ പല നിലയ്ക്കും രോഗികളോടൊപ്പമുള്ള മനുഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഗികളെക്കാളൊക്കെ ഏറെ ദുരിതം അനുഭവിക്കുന്നവരാണ് അവര് തങ്ങളുടെ സഹജീവികളെ സഹായിക്കാനായിട്ട് അവരുടെ തൊഴിലും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അവിടെ വന്ന് കൂടിക്കിരിക്കുകയാണ്. ഇപ്പൊ ഈ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നത് പ്രധാനമായും പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സാധാരണ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് രോഗത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്നു നിൽക്കുമ്പോൾ അവർക്ക് പണിയില്ല, വരുമാനമില്ല. അപ്പോ രോഗിക്ക് ഭക്ഷണം ഒരുപക്ഷെ അകത്തുനിന്ന് കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ വന്നു പോകുന്ന ഈ ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ ഒരു നിർവാഹവുമില്ല വാസ്തവത്തില്. അപ്പൊ അവരെയൊക്കെയാണ് പ്രധാനമായിട്ടും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം സഹായിച്ചിരുന്നത്. ഉണ്ടാക്കിയിരുന്ന സഹായത്തെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രീയമായ വിയോജിപ്പും ആ കാര്യത്തെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം അവിടെ ഡിവൈഎഫ്ഐ നടത്തിയതായിട്ട്, അവരുടെ ആശയ പ്രചരണം, ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് പ്രസംഗിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രചരണം നടത്തുകയോ ഡിവൈഎഫ്ഐ ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടത്തിയതായിട്ട് ഒരു രേഖയില്ല. മാത്രമല്ല, രാഷ്ട്രീയ ശത്രുക്കളൊക്കെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിൽ ഉള്ളവരാണല്ലോ. അത്തരത്തിലുള്ള രാഷ്ട്രീയ എതിരാളികൾ പോലും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിട്ടുമില്ല. എല്ലാവരും അംഗീകരിച്ചിന്. ഇപ്പൊ ഉദാഹരണത്തിന്, ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പൊതിച്ചോറ് കൊടുക്കുന്ന വീടുകൾ എന്ന് പറയുന്ന ആ വീടുകളും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വീടൊന്നുമല്ല. പലപ്പോഴും ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്നാണ് ഇത് ഞങ്ങൾക്ക് തരാൻ കഴിയുക എന്ന് അന്വേഷിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്ന വീട്ടമ്മമാരും വീട്ടിലെ ആൾക്കാരും ഒക്കെ ഉള്ളതായിട്ട് എനിക്കറിയാം. കാരണം അവര് മനുഷ്യനെ, സഹജീവിയെ സഹായിക്കുമ്പോൾ കിട്ടേണ്ട ആ ഒരു ആനന്ദമാണ് മനുഷ്യന്റെ ശരിക്കുള്ള ആനന്ദം. ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ആനന്ദം? ആനന്ദത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. സമ്പത്തുണ്ടാക്കി പലതരത്തിലുള്ള സുഖഭോഗങ്ങളിൽ ആറാടി ജീവിച്ച് ആ ജീവിതം അത് കഴിയുമ്പോൾ അത് നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നിരർത്ഥകവും ആനന്ദകരമല്ലാത്തതാണെന്ന്. നമുക്ക് സഹജീവിയെ സഹായിക്കുമ്പോൾ നമുക്ക് നമ്മളാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം, അയാൾക്ക് ഒരു സൗകര്യം, അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ നമുക്ക് പ്രതിഫലമായി കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷമാണ് അടിസ്ഥാനപരമായ മനുഷ്യ ശരീരത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും യുവാക്കളെ, നിങ്ങൾ എന്നാണ് ഇനി വരുന്നത് എന്ന് വീട്ടമ്മമാര്, അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇലയിൽ പൊതിഞ്ഞ് കെട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന, മനസ്സിനുണ്ടാകുന്ന ഒരു സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഈ ഒരു സംഗതിയാണ് സമൂഹത്തിൽ ആകമാനം പടർന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് രോഗികൾക്ക് പൊതിച്ചോറ് കൊടുത്തിട്ട്
അവരെ സഹായിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സഹായം മാത്രമല്ല, അതിന്റെ പിന്നിൽ മനുഷ്യരെല്ലാവരും പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ധാർമ്മികതയുണ്ട്, ഒരു വളരെ ഉത്കൃഷ്ടമായൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത സമൂഹത്തിൽ ആകമാനം നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സങ്കുചിതമായ വീക്ഷണം പുലർത്തി ഇത്രമാത്രം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടി ഈ ഒരു പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടോ ഒരു സംസാരിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ ശ്രീ മുരളീധരനെ എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ വിചിത്രമായൊരു കാര്യമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. കോവിഡ് എന്ന് പറയുന്നത് രോഗാണുക്കള് ഉഷ്ണമേഖല രാജ്യത്ത് വളരില്ല, വർഷക്കാലത്തോ അല്ലെങ്കിൽ മഞ്ഞുകാലത്തോ മാത്രമേ അത് ജീവിക്കുള്ളൂ. ഒരു ചൂടുകാലം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അദ്ദേഹം ഒരു വലിയൊരു അറിവ് പുലർത്തുന്ന പോലെ ഉറക്കെ പരസ്യമായി വലിയ ഗൗരവമായി പറയുകയാണ്. കോവിഡിന്റെ അണുക്കളൊക്കെ ചൂട് വന്നു കഴിഞ്ഞാൽ ചത്തുപോകും. കോവിഡിന്റെ തുടക്കകാലത്ത് അദ്ദേഹം പറഞ്ഞതാണ്. ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ അച്ഛന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന, അതുവരെ രാഷ്ട്രീയ രംഗത്തേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ ആ ഒരു വഴിയിലൂടെ മക്കൾ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ ഇത്രമാത്രമൊക്കെ ഇടപെടാൻ കഴിയുള്ളൂ. അത്ര സംസ്കാരം അദ്ദേഹത്തിനുള്ളൂ. നമ്മൾ അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്, ആദ്യം ശൈല ടീച്ചറും അതുപോലെ തന്നെ പിന്നീട് വീണ ജോർജും ഒക്കെ തന്നെ എത്രമാത്രം ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരു തരത്തിൽ, നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെ പരിപോഷിക്കുന്ന തരത്തിൽ അവർക്ക് സഹായകരമായ രീതിയിലുള്ള എത്രമാത്രം പദ്ധതികളും ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് നടത്തിയത്. വാസ്തവത്തിൽ വലിയ തരത്തിലുള്ള അവരുടെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള വലിയൊരു നീക്കം വാസ്തവത്തിൽ മാധ്യമങ്ങളുടെ കൂടി സഹായത്തോടു ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഒട്ടുമിക്കവാറും ആശുപത്രികളൊക്കെ തന്നെ നമ്മുടെ സ്വകാര്യ മേഖല, ആ സ്വകാര്യ മേഖലയിൽ കുത്തകകൾ വന്നിരിക്കുകയാണ്. ഒട്ടുമിക്കവാറും പ്രൈവറ്റ് ആശുപത്രികൾ എന്ന് പറയുന്ന ഓരോ സിംഗിൾ മാനേജ്മെന്റ് ഒക്കെ ആയിരുന്നൊക്കെ മാറി ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് ബഹുരാഷ്ട്ര കുത്തകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ബഹുരാഷ്ട്ര കുത്തകൾ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തേക്ക് കടന്നു വരുന്നതിന് കേരളത്തിൽ 10 വർഷം നീണ്ടുനിന്ന ഇടതുപക്ഷ സർക്കാർ ഒരു വിഘാതമായിരുന്നു. നമ്മുടെ ശൈല ടീച്ചറായാലും പിന്നീട് മറ്റേ വീണ ജോർജ് മിനിസ്റ്ററായാലും അവരൊക്കെ ആ മേഖലയിൽ ഉണ്ടാക്കിയ ആ ഉണർവ്, പൊതുജനാരോഗ്യത്തിലുണ്ടായ ഉണർവ് ഈ മൂലധന ശക്തികളുടെ ഈ രംഗത്തേക്കുള്ള കടന്നുവരവിന് വിഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക, ദുഷ്പ്രചരണത്തിൽ തകർക്കുക, അപവാദങ്ങൾ ഉണ്ടാക്കി തകർക്കുക, സ്വകാര്യ മേഖലയെ ഇതിന് സഹായകരമായ രീതിയിൽ അതിനെ കുത്തകവൽക്കരിക്കുക, ഈ ഒരു സമീപനം എടുത്തുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ പത്രങ്ങളൊക്കെ തന്നെ എഴുതിയിരുന്നത്. ശൈല ടീച്ചറെ ആയാലും വീണ ജോർജിനെയൊക്കെ ആയാലും അവർ നടത്തുന്ന നല്ല പ്രവർത്തനത്തെ ശ്ലാഘിക്കാനോ അതിനൊരു നല്ല വാക്ക് പറയാനോ കൂട്ടാക്കാതെ അവരെ ആക്ഷേപിച്ച്, അവരെ വളരെ മോശം ആയിട്ട് സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ആക്രമിച്ച് അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഇലക്ഷനിൽ പോലും പ്രചരിപ്പിച്ച് അവസാനം അവർ നേട്ടമുണ്ടാക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായി നമുക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നത് ഈ മുരളീധരനെ പോലുള്ള ആളുകൾ. ഈ മുരളീധരന്റെ ഈ ഒരു പ്രഖ്യാപനത്തെ സ്വാഭാവികമായിട്ടും കോൺഗ്രസോ അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ സർക്കാരോ മുഖ്യമന്ത്രി വി ഡി സതീശനോ ഒന്നും എതിർത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. വളരെ ലജ്ജകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തില് ഇപ്പൊ ആരായിക്കോട്ടെ, സമൂഹത്തില് മനുഷ്യന് ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, പൊതുജനാരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ നമുക്കറിയാം. പണ്ട് കാലം മുതലേ തന്നെ ഈ സർക്കാർ ആശുപത്രികളൊക്കെ നാട്ടിലുണ്ടായത് തന്നെ സാമാന്യ ജനങ്ങൾ അവിടുന്ന് അവരുടെ പരിമിതമായ വിഭവശേഷി ഉപയോഗിച്ച് കല്ലും മണ്ണും ഒക്കെ കൊടുത്ത് സ്ഥലം കൊടുത്ത് ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവണം, അവിടെ വരുന്ന രോഗികൾക്ക് അകലെയൊന്നും പോകാതെ പെട്ടെന്ന് രോഗം വരുമ്പോഴൊക്കെ തന്നെ അവിടെ ശുശ്രൂഷ കിട്ടണം എന്നുള്ള മനുഷ്യ മനസ്സിന്റെ ആ നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യ നന്മയുടെ ഭാഗമായിട്ടാണ് ഈ ആശുപത്രികളൊക്കെ ഉണ്ടായത്. അല്ലാണ്ട് പഴയകാലത്ത് രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും കൊണ്ടുവന്ന് അങ്ങനെ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതൊന്നുമല്ല. സാമാന്യ ജനങ്ങൾ ഓരോ പ്രദേശത്ത് ഉണ്ടാക്കിയതാണ്. പിന്നീട് സർക്കാരുകൾ ഏറ്റെടുത്താണത്. അങ്ങനെ ഏറ്റെടുത്ത സന്ദർഭത്തിൽ തന്നെ അതിൽ വീണ്ടും വീണ്ടും സഹായം നൽകാനായിട്ട് ഉപദേശക സമിതികളുടെ രൂപത്തിലായാലും അല്ലെങ്കിൽ ഔദ്യോഗികമല്ലാത്ത സമിതികളുടെ രൂപത്തിലായാലും ഒക്കെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ എന്റെ കുട്ടിക്കാലത്ത് കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ വേണ്ടി അവിടെയൊക്കെ എത്രയോ പ്രവർത്തനങ്ങൾ അവിടുത്തെ സാധാരണക്കാർ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളിൽ നിന്ന് പോയിട്ട് അവിടെ അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. പലപ്പോഴും അവിടുത്തെ സൗകര്യങ്ങൾ, നമ്മുടെ അവിടുത്തെ മറ്റേ വാഷ്റൂമുകളും മറ്റുമൊക്കെ തന്നെ വളരെ മോശമായിട്ട് കിടക്കുന്നു പറയുമ്പോൾ അവിടുത്തെ ക്ലബ്ബുകൾ, വായനശാലകളൊക്കെ പോയി അത് ശുചീകരിക്കും. അവിടുത്തെ രോഗികളെ സഹായിക്കും. മതസംഘടനകളും ചെയ്യാറുണ്ട്. തൃശ്ശൂര്
സർക്കാർ ആശുപത്രി, ജില്ലാ ആശുപത്രി ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ തൃശ്ശൂർ നഗരത്തിലെ പല സഭകളിലും പെട്ട സന്നദ്ധ സംഘടനകളിൽ പെട്ട കന്യാസ്ത്രീകളൊക്കെ തന്നെ ചില വാർഡുകളൊക്കെ ഉണ്ട്. അതായത് അജ്ഞാതരായ രോഗികൾ, ആരും ഒരു ഇല്ലാത്ത ചില രോഗികൾ. ഇപ്പൊ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ 9-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെ വണ്ടി ഇടിച്ചിട്ട് മറ്റൊക്കെ കൊണ്ടു കിടത്തുന്ന രോഗികൾ. ഇവരെ നോക്കാൻ ആരുമില്ല. അപ്പൊ അവരെയൊക്കെ നഴ്സുമാര് നോക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോ ഈ ക്രൈസ്തവ സഭകളിൽ നിന്നൊക്കെ അതുപോലെ തന്നെ മുസ്ലിം ഓർഗനൈസേഷനിൽ നിന്നൊക്കെ തന്നെ വളണ്ടിയർമാർ, പലപ്പോഴും കന്യാസ്ത്രീമാരും അച്ഛന്മാരും ആയിരിക്കും. അവർ വന്ന് കാലത്ത് വന്ന് കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു ഇവരെ. അവർക്കൊന്നും ബോധമില്ലാത്ത ആൾക്കാരാണ്. അവരുടെ രക്ഷകർത്താക്കൾ ആരാണ്, അവരുടെ ബന്ധുക്കൾ ആരാണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാരാണ്. അവരെ രക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട്, യുവജന സംഘടനയായിട്ട്, മഹിളാ സംഘടനയായിട്ട് ആരാണത് ചെയ്യാൻ തയ്യാറ്? തന്മനോഭാവത്തോടു കൂടി, സ്വാർത്ഥതയില്ലാതെ, വ്യാപാര താല്പര്യമില്ലാതെ, ലേപേക്ഷയില്ലാതെ ആരാണ് വരുന്നത്? അതിനെയൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ടെന്നല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്? അങ്ങനെ പ്രവർത്തനത്തിലൂടെയല്ലേ നമ്മുടെ ആരോഗ്യ മേഖലയെ ഒരു സർക്കാർ പരിപോഷിച്ചു കൊണ്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായ സമീപനം. ആരാണോ സഹായകരമായി വരുന്നത് അവരെ തകർക്കുന്ന, അവരെ നിരാകരിക്കുന്ന, അവരെ തള്ളിപ്പുറത്താക്കുന്ന ഒരു സമീപനം, ഇതിന്റെ തുടക്കം എവിടേക്ക് എത്തുമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിലും സർക്കാർ ആശുപത്രികളെയും തകർക്കാനുള്ള ഒരു കരാറിൽ പല ഡീലുകളുടെ ഭാഗമായിട്ട് വന്നതാണല്ലോ ഈ സർക്കാർ. അത് BJP ആയിട്ട്, അതുപോലെ തന്നെ അദാനിയായിട്ടും ഒക്കെ തന്നെ സതീശനുണ്ടായ ഡീല് മാത്രമല്ല, നമ്മുടെ ആരോഗ്യരംഗത്തെ കുത്തകകളുമായിട്ട് ഒരു കരാർ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം മുരളീധരന്റെ ഈ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. വളരെ ലജ്ജാകരമായ ഈ സംഭവത്തെ ഞാൻ അങ്ങേയറ്റം അപലപിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാൻ. നന്ദി അശോകൻ ചെരുവിൽ പ്രതികരിച്ചതിന്.